വെറുതെ പിൻട്രസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ട്രിങ്ക്ലെറ്റ് ഡിഷ് കണ്ടത്. അതൊക്കെ എന്ത് ക്യൂട്ടായിട്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ സ്ട്രോബെറിയും അവോക്കാഡോ ഷേപ്പും അങ്ങനെയൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും കൊള്ളാലോ ഈ സാധനം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ പിന്നെ വേഗം എന്ത് വെച്ചിട്ട് ഉണ്ടാക്കണേന്നൊക്കെ തപ്പിപ്പിടിച്ച് അതൊക്കെ മേടിച്ച് ഞാൻ പരീക്ഷിച്ചു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഈ സ്ട്രോബെറിയും അവോക്കാഡോ ഷേപ്പും അതിനൊന്നും നിന്നില്ല. ജസ്റ്റ് കറകുറ പോലെ കട്ട് ചെയ്തെടുക്കുക ചെയ്തേ. പിന്നെ ഈ സാധനം നന്നായി ചപ്പാത്തി ഇടിച്ച് കുഴക്കണ പോലെ ഇത് കുഴച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ ഈ ഒരു രീതിക്ക് കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഉപയോഗിച്ച് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമായി ഈ സാധനം. ഇത് വെച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും നല്ല എളുപ്പമുണ്ട്, നല്ല സുഖമുണ്ട്. എളുപ്പം എന്ന് പറയുന്നത് സുഖമുണ്ടെന്ന് പറയണത്. കാരണം ഇരുത്തോടെ തന്നെ ഇരിക്കുന്നുണ്ട് സാധനം. എനിക്കത് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ആലോചിച്ച് ഇതൊന്ന് ഗീവ് അവേ പോലെ അനൗൺസ് ചെയ്താലോ എന്ന്. കാരണം ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ ഗീവ് അവേ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കമൻറ്റ് ചെയ്യുക, അത് ഇമോജി എന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ, ഇഷ്ടമായതുള്ളത് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബറും കൂടി ആയിരിക്കണം. അപ്പോൾ ഞാൻ സൺഡേ ആരാന്ന് വെച്ചാൽ റാൻഡംലി പിക്ക് ചെയ്തിട്ട് പേര് അനൗൺസ് ചെയ്യാം, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കൂ. കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ചാനലിൽ തുടങ്ങിയിട്ട് അധികം നാളാവാത്തതുകൊണ്ടും ഇത് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കൂ. ഞാൻ റാൻഡംലി കമൻറ്റ്സ് ഇട്ടവരെ ഞാൻ റാൻഡംലി പിക്ക് ചെയ്യാം, എന്നിട്ട് അത് സൺഡേ അനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്കിതാണെങ്കിൽ നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.